ഹലോ ഗൈസ്, ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫയർ ബോൾ സൂപ്പർനോവ, അതായത് നമ്മൾ ആപ്പിൾ വാച്ച് അൾട്രയുടെ ക്ലോൺ ആയിട്ടുള്ള ഫയർ ബോൾ സൂപ്പർനോവ. അത് ഓറഞ്ച് കളറുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ ഫയർ ബോൾട്ടിൻ്റെ നമ്മുടെ യൂസർ മാനുവൽ ആൻഡ് നമ്മുടെ വാച്ച്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു റബ്ബറി ടൈപ്പ് കേട്ടോ സ്ട്രാപ്പ് വന്നിരിക്കണേ. അതും എലാസ്റ്റിക് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ സ്റ്റിക്കർ വരുന്നുണ്ട്, അത് നമുക്ക് ജസ്റ്റ് പീൽ ഓഫ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ സെയിം ഡിസൈൻ വെച്ചിട്ടാണ് വന്നിരിക്കണേ. ഓക്കെ, സോ അത്യാവശ്യം സ്ട്രാപ്പ് കണ്ടോ, വലിയ ടൈപ്പ് സ്ട്രാപ്പാണ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈം നമുക്ക് ബൂട്ട് ചെയ്യാം. ആൻഡ് വേറെ ബോക്സിൽ നമുക്ക് നമ്മുടെ ചാർജിങ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ടായി. ജസ്റ്റ് ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വാച്ച് ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റും. നെക്സ്റ്റ് ബോക്സിൽ വേറെ എന്തൊക്കെ വേണ്ടി നോക്കാം. കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, സോ കൺഗ്രാജുലേഷൻസ് യു വൺ ആൻ എക്സ്ക്ലൂസീവ് ബോൾട്ട് പ്ലേ മെമ്പർഷിപ്പിൻ്റെ സംഭവം, പിന്നെ ഫയർവാൾ നമ്പർ 1 സ്മാർട്ട് വാച്ചാണ്, പിന്നെ സർപ്രൈസ് ഓഫ് യുവർ ഫ്രീ മൂവി ടിക്കറ്റ്, പിന്നെ ഗാനയുടെ എന്തോ ഒരു 3 month സബ്സ്ക്രിപ്ഷൻ. സോ ഇത്ര ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ അത്യാവശ്യം സൈഡൊക്കെ അത്യാവശ്യം ഒരു ചെറിയ പ്രീമിയം ഫീലൊക്കെ തോന്നുന്ന രീതിയിലാണ് അത് ചെയ്തേക്കണേ. ആൻഡ് നമുക്കിത് അഴിക്കാവുന്ന ടൈപ്പ് സ്ട്രാപ്പാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? ഓക്കെ, നമുക്കതിൻ്റെ വേറെ സ്ട്രാപ്പ് നിങ്ങളിലുണ്ടെങ്കിൽ ആ സ്ട്രാപ്പ് ഇടുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതിനൊന്നും ഇഷ്യൂസ് ഇല്ല. ആൻഡ് പിന്നെ ഈ ബെസലിൻ്റെ കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ചെറിയ ബെസലുള്ളൂ, പക്ഷേ അത്യാവശ്യം ബെസലുണ്ട്. നിങ്ങൾ നോക്കി അറിയാം, കണ്ടോ? അല്ല, ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ബെസൽസ് ആണ്, വലിയ സീനില്ല. പക്ഷേ ഇതിനേക്കാളും ഈ പ്രൈസിൽ കുറച്ചും കൂടെ ബെസൽ കുറവുള്ള സംഭവങ്ങൾ കിട്ടും. പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇമേജസൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ കളേഴ്സ് ആയാലും എല്ലാം കൂടെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണിച്ചായിരുന്നു. ബട്ട് ഇതിപ്പോൾ അത്ര ഒരു സെറ്റപ്പില്ല. കുഴപ്പമില്ല, വാച്ച് ഫേസ് ആയാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കണേ. ഓക്കെ, സോ ഗൈസ്, പിന്നെ നമ്മുടെ ആപ്പിൾ അൾട്രയുടെ തീം വാച്ച് ഫേസ് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് നമുക്ക് ആ വാച്ച് ഫേസ് മാറ്റാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, കണ്ടോ? എന്താ കളർ മാറും. സോ ഇത് ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് വാച്ച് നോക്കാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ ക്ലോൺ ലുക്കിൽ വന്നിരിക്കുന്നത്, ഫയർ ബോൾട്ട് സൂപ്പർനോവ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. സോ ഇവിടെ നമുക്ക് ആഡ് എ ഡിവൈസിന് ഓപ്ഷൻ ഉണ്ട്. സോ അലോ ദിസ് ടൈം അലോ നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് ടേൺ ഓൺ. സോ ഫയർ ബോൾട്ട് 083. സോ കണക്റ്റഡ് ഉണ്ട്, പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആയി. ഓക്കെ, പിന്നെ നമുക്ക് സെയിം സെറ്റിംഗ്സ് തന്നെ ഇവിടെ ആക്സ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് സെയിം സെറ്റിംഗ്സ് തന്നെ ഇവിടെ എല്ലാം ആക്സ് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓഫ് ലേറ്റസ്റ്റ് ഒക്കെയാണോ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ വാച്ച് ഫേസ് മാറ്റാൻ നമുക്ക് ഇവിടെ തന്നെ പറ്റും, ആപ്പിൽ തന്നെ. ഓക്കെ, പിന്നെ ബാക്കി നമ്മുടെ സ്ലീപ്പ് മോണിറ്റർ, സ്റ്റെപ്സ്, ഹെർട്ട് റേറ്റ് അതൊക്കെ നോക്കാനുള്ള സംഭവമാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഫോൺ വാച്ചിൻ്റെ UI ജസ്റ്റ് നോക്കാം. സോ നമ്മുടെ ആപ്പ് ഇതാണ്. നമ്മുടെ ലെഫ്റ്റിൽ പോയിട്ട് ഒന്നുകൂടെ ലെഫ്റ്റിൽ പോകുമ്പോഴാണ് ആപ്പ് മെനു തന്നെ. സോ നമ്മുടെ ആപ്പിളൊക്കെ വന്ന രീതിയിലൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ചെറിയ രീതിയിൽ. ഓക്കെ, ആൻഡ് ഇതൊക്കെ എന്ന് വെച്ചാൽ സെറ്റിംഗ്സിൻ്റെ സെയിം ഐക്കൺസ് തന്നെയാണ്. സെറ്റിംഗ്സിനകത്തുള്ള സെറ്റിംഗ്സ് അവർ ഓരോ ഐക്കൺസൊക്കെ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ഫസ്റ്റ് സെറ്റിംഗ്സ് ജസ്റ്റ് നോക്കുവാണെങ്കിൽ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ഡിസ്പ്ലേ മോഡ് ഇടുന്നുണ്ട്. അവിടെ നമുക്ക് ഓട്ടോ സ്ലീപ്പിൻ്റെ ഓപ്ഷൻ, പിന്നെ മെനു സ്റ്റൈൽ ലിസ്റ്റ് വേണം, ഗ്രിഡ് വേണമെന്നുള്ള ഓപ്ഷൻ, പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻ, അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ അല്ലാണ്ട് പറ്റും. പിന്നെ വാച്ച് ഫേസ് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ ക്രൗൺ തിരിക്കണം. ഈ ക്രൗൺ തിരിച്ചാൽ മതി, ഉണ്ടോ?
റെസ്പോൺസ് ടൈം ഇത്തിരി കൂടുതലാണ്, ലൈറ്റ് ലേറ്റൻസി ഉണ്ട് കേട്ടോ, വലിയ മാറ്ററൊന്നുമല്ല. ഓക്കെ, ദെൻ വൈബ്രേഷൻ ആൻഡ് റിങ്ങിൻ്റെ ഓപ്ഷൻ, അവിടെ മോഡ് ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വൈബ്രേഷൻ വേണോ വേണ്ടയോ, പിന്നെ ഇൻറ്റൻസിറ്റി സ്ട്രോങ് വേണോ സോഫ്റ്റ് വേണോ, ലോ പവർ മോഡ് ഉണ്ട്, ദറ്റ് മീൻസ് ഏറ്റവും ബാറ്ററി ഭയങ്കരമായിട്ട് കുറവ് കൺസ്യൂം ചെയ്യുക. പിന്നെ തിയേറ്റർ മോഡ്, ദറ്റ് മീൻസ് കുറച്ച് ബ്രൈറ്റ്നസ് അവർ കുറയ്ക്കും, വേണ്ടത് ബ്രൈറ്റ്നസ് കുറയ്ക്കും, അതാണ് നമ്മുടെ തിയേറ്റർ മോഡ് വരുന്നത്. പിന്നെ ഫോൺ കോളിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്കിവിടെ. പിന്നെ കോൾ റീസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ റീസെറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ AI വോയിസ്, പിന്നെ ഓൾവേസ് ഓൺ സ്ക്രീൻ, ദറ്റ് മീൻസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെ തന്നെയാണ് എപ്പോഴും സ്ക്രീൻ തെളിഞ്ഞിരിക്കുന്നത്. രണ്ട് രീതി നമുക്ക് ഒന്നെങ്കിൽ അനലോഗ് ക്ലോക്ക് സെറ്റ് ചെയ്യാം, അപ്പോഴാണ് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതാണ് നമ്മുടെ അനലോഗ് ക്ലോക്ക്. ഇനി ബാക്ക് ടു നോർമൽ കാണിച്ചു തരാം. സെറ്റിങ്സ്, ഓൾവേസ് ഓൺ സ്ക്രീൻ, ഡിജിറ്റൽ ക്ലോക്ക്. ഓക്കെ, ഇതായിരിക്കും ഡിജിറ്റൽ ക്ലോക്കിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓക്കെ, ആൻഡ് സോറി, നെക്സ്റ്റ് പിന്നെ നമുക്ക് ഫൈൻഡ് ഫോൺ. ഓക്കെ, സോ ഞാൻ ഫൈൻഡ് മൈ ഫോണാണ്. സോ ജസ്റ്റ് ഫൈൻഡ് ഫോൺ കൊടുത്തു, ഓൾറെഡി പെയ്ഡാണ്. ഓക്കെ, ഫൈൻഡ് ഫോൺ. ഓക്കെ, ഹലോ, ദ സ്മാർട്ട് വാച്ച് ഈസ് ലുക്കിംഗ് ഫോർ എ മൊബൈൽ ഫോൺ. ഡൺ. ഓക്കെ, പിന്നെ നമുക്ക് സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിന് നമുക്ക് റീസ്റ്റാർട്ട്, പവർ ഓഫ്, റീസെറ്റുള്ള ഓപ്ഷൻ, പിന്നെ അബൌട്ട് ഫോണിനകത്ത് നമ്മുടെ പെയർ ചെയ്യണ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ, പിന്നെ വേർഷൻ കാണിക്കുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഇത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്സ് എല്ലാം ലിസ്റ്റഡ് ആയിട്ടുള്ള ആപ്സ് വരുന്നത്. പിന്നെ നമുക്കിത് റൈറ്റ് ഇട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആണോ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ടർ, അതുപോലെ തന്നെ ഹേർട്ട് റേറ്റ്. ജസ്റ്റ് നമുക്ക് ഹേർട്ട് റേറ്റ് ജസ്റ്റ് കിടന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നിൽക്കൂലേ? 86 വരെ എനിക്ക് സെഞ്ചുറി അടിക്കാൻ പോകാൻ തോന്നുന്നു. 89, 90. ഓക്കെ, സോ 90 വന്നിട്ടുണ്ട്. ഓക്കെ, എനിവേസ് ഉണ്ട് സംഭവം എന്തായാലും, ഹെർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ SpO2 ആൻഡ് പിന്നെ നമുക്ക് ഫോൺ കോൾ, ഇനി ഫോൺ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ പേര് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ AI വോയിസ്, പിന്നെ നമുക്ക് വെതർ അറിയാനുള്ള ഓപ്ഷൻ, പിന്നെ സ്റ്റോപ്പ് വാച്ച്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതേ വേറെ കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്യാൻ കുറേ സംഭവങ്ങൾ ഉണ്ട്. മ്യൂസിക്കിൻ്റെ ഒരു സെറ്റപ്പുകളുണ്ട്. സോ ജസ്റ്റ് ഇതേ ഉണ്ട്. പിന്നെ ഷട്ടർ ടേക്ക് പിക്ചർ, ദാറ്റ് മീൻസ് പെയ്ഡ് ആണെങ്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആഡ് കമ്പോണൻറ്റ്, പിന്നെ അലാറത്തിൻ്റെ സെറ്റപ്പ്, കാൽക്കുലേറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നമുക്കിത് ടൈമർ, പിന്നെ മെസ്സേജസ്, പിന്നെ വിമൻസ് ഹെൽത്ത്. ഓക്കെ, ദെൻ ഫോർ ദ ഫൈനൽ എക്സസൈസ് റെക്കോർഡ്സ്. ഇത്രയും സംഭവം നമുക്കവിടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ എനിവേസ് ഇറ്റ്സ് നൈസ് എന്ന് ഞാൻ പറയും, കുഴപ്പമില്ല. ദാറ്റ് മീൻസ് അവിടെ UI ഒക്കെ ആണെങ്കിലും ഭയങ്കര ബഗ്ഗി UI ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അത് കമ്പാരിറ്റീവ്ലി വലിയ ഇഷ്യൂ ഇല്ലാണ്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മൾക്കൊരു കോളിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാം ജസ്റ്റ് ക്വിക്കായിട്ട്. സോ എനിക്ക് വേണ്ടി ഡയറക്റ്റ് എടുത്ത് ഇവിടുന്ന് തന്നെ ഡയൽ ചെയ്യാം, നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഡയൽ ചെയ്യാം. സോ ജസ്റ്റ് ഡയലറിൻ്റെ ഡയൽ പാഡ് എടുക്കുക. സോ ഞാൻ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്, ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ക്ഷണിക്കുക. കുഴപ്പമില്ല, അത്യാവശ്യം സൗണ്ട് ഉണ്ട് കേട്ടോ. നമ്പർ അഭി വ്യസ്ത് ഹൈ, കൃപയ കുछ समय पश्चात प्रयास करें. The number you have dialed currently. ഓക്കെ, ഇതാണ് സ്പീക്കർ. Please try later. ഓക്കെ, കുഴപ്പമില്ല വോയിസ്. ഓക്കെ, സോ അത്രയാണ്. പിന്നെ നമുക്ക് കോൺടാക്ട്സ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ പിന്നെ നമുക്ക് ഈ ആക്ഷൻ ബട്ടൺ വരെ പാസം ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ റണ്ണിങ് വർക്കൗട്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. റണ്ണിങ് വർക്കൗട്ട്, അത് ഫ്രീ ട്രെയിനിങ്, ഇൻഡോർ സൈക്ലിംഗ്, അത് പിന്നെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, കണ്ടോ, അതെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ആൻഡ് ജസ്റ്റ് നമ്മുടെ തീം ഐറ്റം ആയിട്ടുള്ള നമ്മുടെ വാച്ച് ഫേസ്. ഓക്കെ, സോ ഗൈസ് അത്രയുള്ള നമ്മുടെ അൺബോക്സിങ് ആൻഡ് എ ക്വിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് നമ്മുടെ ഫയർബോൾട്ട് സൂപ്പർനോവ വാച്ച്. ഓക്കെ, താങ്ക് യു.